കാലത്ത് ആ നാട്ടിലെ ഓരോ മണൽത്തരിക്കും നിന്നോട് സ്നേഹവും ബഹുമാനവുമായിരുന്നു, ശരിയല്ലേ? അവിടുന്ന് ഒരു പാതിരാത്രി ഒളിച്ചോടി വന്നവരാ നമ്മള്. എടാ, നമ്മളാ ചെയ്തത് ഓർമ്മയില്ലടാ. വഴിനീളം നീ കരഞ്ഞു. മക്കളെ, ഒരിക്കൽ നീ ചവിട്ടി നടന്ന മണ്ണില്ലേ, നിന്റെ കണ്ണീര് വീണായിരുന്നു. അതിന്റെ പ്രായശ്ചിത്ത മോനെ ഇത്. തോറ്റ് തലകുനിച്ച് നടന്നെടുത്ത് ജയിച്ച് തല ഉയർത്തി നിൽക്കണം നീ, കേട്ടോടാ? കാലത്തിന് എല്ലാത്തിനും ഒരു കണക്കുണ്ടല്ലോ, അല്ലേ രാമകൃഷ്ണേട്ടാ? ആ നാട്ടിലെ കണക്ക് അവിടെ തന്നെ തീരട്ടെ. ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, അതിന്റെ ആവും. അതെന്തു പറ്റി? എനിക്കറിയില്ലടോ. ഭക്ഷണത്തിന് മുമ്പിലിരിക്കുമ്പോ എന്തോ പോലെ തോന്നുന്നു. ഇടയില് ഞാനൊന്ന് കുരുങ്ങിപ്പോയി, അതാ വരാൻ വൈകിയത്. ജീവൻ അറിയേണ്ട വലിയൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താ? ഹരിയേട്ടന്റെ പുസ്തകത്തിന് അവാർഡ് കിട്ടിയതിന് ഒരു വലിയ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. അവിടെ ഞാനായിരുന്നു ആങ്കർ. എന്റെ സാന്നിധ്യത്തിൽ അത്രയും മീഡിയാസിനെ സാക്ഷിയാക്കി നിത്യ ഹരിയേട്ടനോടുള്ള പ്രണയം വിളിച്ചു പറഞ്ഞു. ഹരിയുടെ ജീവിതത്തിന്റെ ഭാഗമാവുക എന്നതാണ് ലക്ഷ്യമെന്നും അവള് പറഞ്ഞു. എന്തുപറ്റി? ഞാൻ കരുതി ഇതറിയുമ്പോ ജീവനൊന്ന് പൊട്ടിത്തെറിക്കുമെന്ന്. അപ്പൊ ശാരീരിക ക്ഷീണം മാത്രമല്ല, മാനസിക ക്ഷീണവും ഉണ്ട്. എന്തുപറ്റി? നന്നാവാൻ തീരുമാനിച്ചോ? ജയിലിൽ നിന്ന് പുണ്യാളനായി ഇറങ്ങാൻ തീരുമാനിച്ചോ? ഫംഗ്ഷൻ കഴിഞ്ഞ് നിത്യ ഇവിടെ എൻ്റെ അടുത്ത് വന്നിരുന്നു. സംഭവിച്ചതൊക്കെ അവൾ എന്നോട് പറഞ്ഞു, ഒരു പ്രതികാരത്തിന്റെ മട്ടില്. ഓ, ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. മിടുക്കിയാണല്ലോ അവള്. അല്ല, എന്നിട്ട് ജീവന്റെ തീരുമാനം എന്താ? ആശംസകൾ പറഞ്ഞ് അകന്നു പോകാനാണോ, അതോ എന്നും പറയാറുള്ളത് പോലെ രണ്ടുപേരെയും ഒന്നിച്ചു തീർക്കാനും? ആയുസ് ഒടുങ്ങുന്നതിന് മുമ്പ് ഒരു മിനിറ്റെങ്കിലും എനിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞ ഞാൻ തേടി ചെല്ലുന്നത് അവരെയായിരിക്കും. എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ കത്തിമുനയ്ക്ക് തീരും അവര് രണ്ടുപേരും. മതി, ജീവനിൽ ഈ വൈരാഗ്യം ബാക്കിയുണ്ടോന്ന് അറിഞ്ഞാ മതി എനിക്ക് എപ്പോഴും. പിന്നെ ജീവൻ, എന്റെ ജീവിതത്തില് ഞാനൊരു നിർണായക തീരുമാനം എടുക്കാൻ പോവുക. ഒരു പക്ഷേ എന്നെപ്പോലെ ജീവനും ഉപകാരമുള്ള കാര്യമാണ്. ഇപ്പൊ നമുക്ക് വേണ്ടത് സഹായമാണ്. നമ്മുടെ താല്പര്യത്തിന് നമ്മളോടൊപ്പം കൈ ചേർത്ത് പിടിക്കുന്നവരുടെ സഹായം. ഹരി, എന്താ പറ്റിയേ? അച്ഛൻ, നിത്യയുടെ അച്ഛൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ? അവിടെ എന്റെ അടുത്ത് വന്നിരുന്നു, എന്നോട് സംസാരിച്ചു. ഞാൻ കണ്ടതുപോലെയാണോ? അതേ നിത്യ, തന്നെ നോക്കിക്കൊള്ളോന്ന് പറഞ്ഞു.
നമ്മള് രണ്ടുപേരെ അനുഗ്രഹിച്ചു. എന്നിട്ടാ അച്ഛൻ പോയത്. സംതൃപ്തിയോടെയാ പോയത്. ചടങ്ങുകൾ ചെയ്തു തീർത്തിട്ടും അച്ഛന്റെ ആത്മാവ് സന്തോഷിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമായിരുന്നു എനിക്ക്. ഇപ്പൊ എനിക്ക് ബോധ്യായി. മുമ്പ് നമ്മുടെ ജീവിതം അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാൻ നിന്നോട് കുറെ സംസാരിച്ചിട്ടുള്ള. അതൊക്കെ വെറും വാക്കുകൾ മാത്രമായിരുന്നു എന്ന് പിന്നീട് നിനക്ക് മനസ്സിലായി. അപ്പൊ ഇനി വാക്ക് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ജീവിച്ച് കാണിക്കുന്നല്ലേ നല്ലത്. പിന്നെ താൻ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ അച്ഛനും അമ്മയ്ക്കും തന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് പോയാലോ? പോകാം. പക്ഷേ വിപിനെ ഞാൻ വീണ്ടും പറയുക, ഒന്നിച്ച് ജീവിക്കാൻ ആരംഭിച്ചിട്ട് അവസാനം ഞാനൊരു ബാധ്യതയെന്ന് വിപിൻ പറയരുത്. എന്റെ തീരുമാനം ഒരിക്കലും മാറില്ല, ഒരിക്കലും മാറില്ല. നമുക്ക് വീട്ടിലേക്ക് പോവാം.